എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ടഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ പ്രോപ്പ് ഫേംസ് എന്ന് പറയുന്ന ഫണ്ടഡ് ഫേംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫണ്ടഡ് അക്കൗണ്ട്സ് അറിയുന്നവർ കുറച്ച് പേരുണ്ടാവുമെന്ന് വിചാരിക്കണം. ഞാൻ ഒരുപാട് വീഡിയോസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫണ്ടഡ് അക്കൗണ്ട്സിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെ ആരെങ്കിലും അത് യൂട്യൂബിൽ പറയുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും അങ്ങനെ ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഓവറോൾ പിക്ചർ, അതുപോലെ അഡ്വാൻറ്റേജസ് ആണെങ്കിലും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പറയുന്ന ആ ഒരു ഫ്രണ്ട് പേജിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കത് പറഞ്ഞു തരുന്നുള്ളൂ. ബട്ട് എങ്ങനെയാണ് ശരിക്കും അത് വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അഫക്റ്റ് ആവുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ട്സ് നമ്മൾ എടുക്കുന്ന പ്രീമിയം അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് എങ്ങനെയാണ് അത് ലോസിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ബ്രീച്ച് ആവുന്നത്, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന കോമ്പറ്റീഷൻ ആണെങ്കിലും അത് എങ്ങനെ ആണ് പുറത്താവാനുള്ള ചാൻസസ് എങ്ങനെയാണെന്നുള്ളത് ഒരാളും ഇൻഡെപ്തായിട്ട് പറഞ്ഞു തരുന്നില്ല. ഓക്കെ, ഫണ്ടഡ് അക്കൗണ്ട്സ് എന്താണ്, അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമുക്ക് എത്ര രൂപ പ്രീമിയം കൊടുത്താലാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സാണ് കിട്ടുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല. നമ്മളിപ്പോൾ ഇതിന് മുമ്പിലത്തെ ന്യൂസ് ട്രേഡിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു പെർട്ടിക്കുലറായിട്ട് നടക്കുന്ന സംഭവങ്ങൾ അത് പുറത്ത് പറഞ്ഞു തരുന്നില്ല ഒരാളും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇൻഡെപ്തായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ ഒരു ബേസിക്കായിട്ടുള്ള ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് എടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എടുത്തു ചാടി ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ഫെയിലിയർ ആവുക, നമ്മളെടുത്ത ഇവാലുവേഷൻ ഫെയിലിയർ ആയ ശേഷമായിരിക്കും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ നോക്കണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട്സ് അറിയാത്തവർക്കാണ് നമ്മൾ ഇനീഷ്യലി ഒരു ബേസിക് എന്ന രീതിയിൽ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഫണ്ടഡ് അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്നത്, ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ അവരുടെ ഒരു ബിസിനസ് രീതി എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് നമ്മൾ കറക്റ്റായി അറിഞ്ഞിരിക്കണം. വെറുതെ അവരുടെ ഒരു സൈറ്റിൽ കയറി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, പണ്ട് ഫണ്ടഡ് അക്കൗണ്ട്സ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 4-5 ഫണ്ടഡ് അക്കൗണ്ട്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഒരുപാട് പേർക്കൊന്നും അറിയില്ല. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇഷ്ടം പോലെ ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ ഭൂരിഭാഗം ഫേക്ക് ആയിട്ടുള്ള ഫണ്ടഡ് അക്കൗണ്ട്സ് ഉണ്ട്. ഓക്കെ, പറ്റിക്കപ്പെടാൻ നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കമ്പനികൾ, സ്കാമായിട്ടുള്ള കമ്പനീസ് വന്നുകൊണ്ട് തന്നെ ഉണ്ട്. ഓക്കെ, ലൈക്ക് ഫോറക്സ് ബ്രോക്കേഴ്സിൽ കുറേ സ്കാം ബ്രോക്കേഴ്സ് ഉള്ളതുപോലെ തന്നെ ഫണ്ടഡ് അക്കൗണ്ട്സിലും അതുപോലെയുള്ള ബ്രോക്കേഴ്സ് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഫണ്ടഡ് അക്കൗണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പ്രോപ്പ് ഫേംസ് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഫോറക്സ് ബ്രോക്കർ പോലെ തന്നെയാണ്. പക്ഷേ അവർ നമുക്ക് ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ക്യാപിറ്റൽ ആണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ക്യാപിറ്റൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ തരും. അതിന് നമ്മൾ സർട്ടൺ ആയിട്ടുള്ള പ്രീമിയം കൊടുക്കണം. ഓക്കെ, അങ്ങനെ പ്രീമിയം കൊടുത്തു കഴിഞ്ഞ് അവരുടെ ഒരു ഇവാലുവേഷൻ എന്ന രീതിയിൽ ഒരു ടെസ്റ്റൊക്കെ ഉണ്ട്, 1-2 ടെസ്റ്റ് ഉണ്ട്. അത് പാസ്സായ ശേഷം നമുക്ക് ആ ഒരു ഫണ്ട് നമുക്ക് അനുവദിച്ച് തരും. ഓക്കെ, അങ്ങനെയാണ് ഫണ്ടഡ് അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ക്യാപിറ്റൽ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് അവരെടുക്കും. ഇപ്പോൾ ഒരു 100% ഒരു 80% നമുക്ക് പ്രോഫിറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാം. ബാക്കി 20% അവർക്ക് എടുക്കുന്ന രീതിയിലാണ് ഓരോ ഫണ്ടഡ് ഫേംസ്. അത് ഓരോ ഫണ്ടഡ് ഫേംസും അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രോഫിറ്റ് സ്പ്ലിറ്റ് എല്ലാം അവരുടേതായിട്ടുള്ള വെബ്സൈറ്റിൽ അത് കൊടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഫോറക്സ് ബ്രോക്കറായിട്ട് ഒരു സാധാരണ ഫോറക്സ് ബ്രോക്കർ, ഇപ്പോൾ എക്സ്നെസ് എന്ന് പറയുന്നൊരു ബ്രോക്കർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് തരും, പക്ഷേ ഫണ്ട് നമ്മൾ തന്നെ ഇടണം. ഇവിടെ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതോടൊപ്പം തന്നെ നമുക്ക് ചൂസ് ചെയ്യാം ഏത് അക്കൗണ്ട് വേണം, ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അതിന് സർട്ടൺ ആയിട്ടുള്ള ഒരു പ്രീമിയം അടയ്ക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കൊള്ളാലോ, അടിപൊളിയാണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് ഇങ്ങനെ ഒരു അക്കൗണ്ട് തരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ഇവരുടെ ബിസിനസ് രീതി എങ്ങനെയാണ് എന്ന് നമുക്ക് പലപ്പോഴും ഒരാൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ പ്രോപ്പ് ഫേംസ് വർക്ക് ചെയ്യുന്നത് എന്ന് അനലൈസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് ഒരാളോടും പറഞ്ഞു കൊടുക്കുന്നില്ല. ഓക്കെ, ആൾക്കാരിനെ കൂട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ
അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഫേം വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഫണ്ടഡ് ഫേംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു എക്സാമ്പിളിലൂടെ ഞാനത് പറഞ്ഞുതരാൻ ശ്രമിക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ ഇങ്ങനെയാണല്ലേ ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സും ഈ പാറ്റേണിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്നുള്ളത്. നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിളിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ബൈക്ക് ഉണ്ട്, അല്ലെങ്കിൽ 2 വീലർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്കൊരു ബൈക്ക് ഇൻഷുറൻസ് നിങ്ങൾ ഉറപ്പായിട്ടും എടുത്തിട്ടുണ്ടാവും അല്ലേ. ഒരു തേർഡ് പാർട്ടി വെച്ച് നിങ്ങളൊരു ബൈക്ക് ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ബൈക്ക് ഇൻഷുറൻസ് കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് നിങ്ങളോട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ബൈക്ക് ഇൻഷുറൻസ് എല്ലാ വർഷവും നമ്മളൊരു പ്രീമിയം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എവറി ഇയർ നമ്മളൊരു പ്രീമിയം ബൈക്ക് ഇൻഷുറൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ആ പ്രീമിയത്തിൽ നിന്നും മന്ത്ലി വൈസോ ഇയർലി വൈസോ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? എപ്പോഴെങ്കിലും കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എല്ലാ മാസവും നമുക്കൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ വർഷവും നമുക്കൊരു എമൗണ്ട് ഈ പറയുന്ന പ്രീമിയം നമ്മൾ വർഷം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് 100% പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമുക്ക് എപ്പോഴാണ് ഇതിനുള്ള ഒരു ഈ ഒരു ഇൻഷുറൻസ് കൊടുക്കുന്നതിനുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്ക് ആക്സിഡൻ്റ് ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ക്ലെയിം കിട്ടുള്ളൂ. ഈ പറയുന്ന ഇൻഷുറൻസിൽ നിന്നും ക്ലെയിം കിട്ടുള്ളൂ. അതും 100% കിട്ടണം എന്നില്ല. എല്ലാ പേപ്പേഴ്സും കറക്റ്റായാൽ മാത്രമേ നമുക്ക് ഒരു സർട്ടൺ പെർസെൻറ്റേജ്, ഒരു 80 to 90% നമുക്ക് ക്ലെയിം കിട്ടുകയുള്ളൂ അല്ലേ. അതിലും ഇവർ പറയുന്ന ആ ഒരു പേപ്പേഴ്സ് എന്ന് പറയുന്നതാണ് ഇവരുടെ മെയിനായിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും കറക്റ്റാവുക എന്ന് പറഞ്ഞാൽ ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റായിട്ട് ഫോളോ ആയാൽ മാത്രമേ നമുക്ക് ആ ക്ലെയിം കിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു ബൈക്കിന് ഒരു ക്ലെയിം എന്ന് പറയുന്നത് ഒരു ഇയറിൽ ഇപ്പോൾ ഒരു 1000 പേരാണ് ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത്, ബൈക്ക് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ഈ 1000 പേര് നമ്മൾ ഇൻഷുറൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ എത്ര പേർക്ക് ഈ പറയുന്ന പോലെ എത്ര ബൈക്ക് ആക്സിഡൻ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എത്ര വർഷം കൺസിസ്റ്റൻ്റായിട്ട് ഓരോ വർഷവും അവർക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതാണ് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ആ ഒരു ബിസിനസ് സ്റ്റൈൽ അല്ലെങ്കിൽ ബിസിനസ് പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ബൈക്ക് ഇൻഷുറൻസ് ആണെങ്കിലും കാർ ഇൻഷുറൻസ് ആണെങ്കിലും ഈവൻ മെഡിക്കൽ ഇൻഷുറൻസ് ആണെങ്കിൽ പോലും സെയിം ഈ ഒരു പാറ്റേണിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റ് ആവണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലെയിം കിട്ടുകയുള്ളൂ. ഈ കിട്ടുന്ന എമൗണ്ട്, അപ്പം നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് ഈ പറയുന്ന കമ്പനികളുടെ അക്കൗണ്ടിൽ നിന്നല്ല വരുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ ക്യാപിറ്റലിൽ നിന്നല്ല നമ്മൾ റേസ് ചെയ്യുന്നത്. ബാലൻസ് ആയിട്ടുള്ള ഇപ്പോൾ 100 അല്ലെങ്കിൽ 1000 ബൈക്ക് ഇൻഷുറൻസ് പ്രീമിയം ഇയർലി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയാൽ ഈ പറയുന്ന ആ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയ വ്യക്തിക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ബാക്കി 999 ബൈക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന പ്രീമിയത്തിൽ നിന്നാണ് ഈ ഒരു എമൗണ്ട് കൊടുക്കുന്നത്. പക്ഷേ അതാരും അറിയുന്നില്ല. ഇത് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന പോലെയാണ് കാണിക്കുന്നെങ്കിൽ പോലും അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഓക്കെ, നമ്മുടെ കൂടെയുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ഇൻഷുറൻസ് പ്രീമിയത്തിൽ നിന്നും തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ക്ലെയിം കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ 1 കോടി അല്ലെങ്കിൽ 130 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ മിനിമം 1 കോടിയെങ്കിലും ബൈക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ കസ്റ്റമേഴ്സായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-100 പേർക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ പോലും അവർക്ക് അവരുടെ ക്യാപിറ്റലിൽ നിന്ന് ഒരിക്കലും എടുത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഓക്കെ, കാരണം എവറി ഇയർ ദേ ആർ ജനറേറ്റിംഗ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. അതിൽ നിന്ന് ഒരു എമൗണ്ട് മാത്രമേ ക്ലെയിമായിട്ട് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അത് സർട്ടൻ പെർസെൻറ്റേജ്, 1% പോലും വരും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു ഇൻഷുറൻസ് കമ്പനി വർക്ക് ചെയ്യുന്നത്. ഇതേ പാറ്റേണിൽ തന്നെയാണ് ഫണ്ടഡ് അക്കൗണ്ട്സ്, പ്രോപ്പ് ഫേംസ് എന്ന് പറയുന്ന ഫണ്ടഡ് അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രീമിയം വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ഒരു അക്കൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ ഫണ്ടഡ് അക്കൗണ്ട്സിൽ നിന്ന്. ആ പ്രീമിയം എടുത്ത് നമ്മളൊരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ആ അക്കൗണ്ട് ലൈവ് ആവണമെന്നുണ്ടെങ്കിൽ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്.
ഒരു 1-2 ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ചില ഇവാലുവേഷൻസിൽ 2 ഫേസ് എന്ന് പറയും ടെസ്റ്റ്. ഇവാലുവേഷൻ 1, ഇവാലുവേഷൻ 2 എന്ന് പറഞ്ഞിട്ട് 2 ടെസ്റ്റ് ഉണ്ടാവും. ചില അക്കൗണ്ട്സിന് ഒരൊറ്റ ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനും certain റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു റിയൽ ലൈഫ് പാറ്റേൺ എങ്ങനെയാണോ സെയിം പ്രോസസ്സ് തന്നെയാണ് ഫണ്ടഡ് അക്കൗണ്ട്സ് ചെയ്യുന്നത്. ഓക്കെ, പ്രീമിയം എന്ന് പറയുന്നത് മറ്റൊരാളുടെ പ്രീമിയം അല്ലെങ്കിൽ മറ്റൊരാൾ എടുക്കുന്ന പ്രീമിയത്തിൽ നിന്നുമാണ് നമുക്ക് പ്രോഫിറ്റ് തരുന്നത്. അല്ലാതെ ഇപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട്സിൽ അവരുടെ ക്യാപിറ്റലിൽ നിന്നും ഒരിക്കലും ഈ പറയുന്ന പ്രോഫിറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തരുന്നില്ല. നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ പ്രീമിയം ഓരോരുത്തർ ഫെയിൽ ആവുന്ന സമയത്ത് കൊടുക്കുന്ന ആ ഒരു പ്രീമിയത്തിൽ നിന്നാണ് നമ്മൾ പ്രോഫിറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഞാനത് പറഞ്ഞ പോലെ തന്നെ ഫണ്ടഡ് അക്കൗണ്ട്സ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ നമുക്കൊരു ട്രേഡ് ചെയ്യാനുള്ളൊരു ഹ്യൂജ് ക്യാപിറ്റൽ നമുക്ക് ഇവിടെ നിന്ന് റൈസ് ചെയ്യാൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഡെമോ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. പല ഫണ്ടഡ് അക്കൗണ്ട്സും കോമ്പറ്റീഷൻ അനുവദിക്കുന്നുണ്ട്. മന്ത്ലി കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഹാഫ് ഇയർ കോമ്പറ്റീഷൻ അനുവദിക്കുന്നുണ്ട്. മന്ത്ലി കോമ്പറ്റീഷനുള്ള ഒരുപാട് ഫണ്ടഡ് അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി അത് ട്രേഡ് ചെയ്ത് നോക്കാം. ആ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് വിൻ ചെയ്താൽ ഒരു 100 പേരുടെ ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, പ്രീമിയം കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, അത് ഞാൻ വരും വീഡിയോസിൽ കറക്റ്റായി പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അക്കൗണ്ട് എടുത്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോൺട്രാക്ട് ബേസിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രീലാൻസർ വർക്ക് ചെയ്യുന്ന പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ മണി എന്ന് പറയുന്നത് പുറത്തേക്ക് പോകുന്നില്ല. ഓക്കെ, RBI റൂൾസ് പ്രകാരം നമ്മുടെ എമൗണ്ട് പുറത്ത് പോകുന്നില്ല. നമ്മൾ ലൈവ് അക്കൗണ്ട് കിട്ടി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത പ്രീമിയം കൂടെ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കറക്റ്റായി പറഞ്ഞുതരാം. പിന്നെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ വിഡ്രോവൽ കൊടുക്കുന്ന സമയത്ത് മറ്റൊരു രാജ്യത്തിൽ നിന്ന് നമുക്ക് നമ്മൾ സാലറി എന്ന രീതിയിൽ നമ്മൾ വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ സാലറി എന്ന രീതിയിലാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അത് അക്സെപ്റ്റബിളാണ്, RBI റൂൾസ് പ്രകാരം അക്സെപ്റ്റബിളാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് എങ്ങനെയാണ്, അതിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഇവരുടെ അക്കൗണ്ട്സ് റൺ ചെയ്യുന്നത്, അതിനുശേഷം ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് നമ്മൾ ലോസ് ആവാനുള്ള പോസിബിലിറ്റി എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാനത് വരും വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കിയെടുക്കുക. ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു കമ്പനിയല്ല. കമ്പനിക്ക് പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കുമോ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയാണ് നമ്മളിതിനെ ഓവർകം ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ നിന്നും എമൗണ്ട് പോവാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് കവറിങ് പോർഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.